ഹായ് ഗൈസ്. ഹായ് ഗൈസ്. എവിടെയാണ് വെട്ടവിടെയാണ്? ഹായ് ഗൈസ്. ഞങ്ങൾ മഴയത്ത് പെട്ടുപോയി. പെട്ടെന്ന് എറണാകുളത്ത് വന്നതാണ് ഞങ്ങൾ. അല്ലെങ്കിൽ മഴ പെയ്യാറില്ല. ഇപ്പൊ മഴ പെയ്ത് നല്ല ആവശ്യത്തിന് മഴ പെയ്ത്. ചൂടങ്ങാട് പോയി. അതെ, നല്ലതായിട്ട് മുഞ്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോ ഒരു മഴ പെയ്ത് അപ്പൊ ഞങ്ങൾ മൂഞ്ചിതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴും ഞാൻ വലിയ ഉദ്ദേശം നടക്കാൻ ചാൻസില്ല. നല്ല മഴയാണ്. ഞങ്ങൾ എത്ര മണിക്ക് വീട്ടിലെത്തും ഞങ്ങൾക്കറിയില്ല. അല്ലെങ്കിൽ പേർലറി കുത്തും. ഇങ്ങനത്തെ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇത് തന്നെ. നമുക്ക് സിംറ്റംസ് തന്നെ മഴ പെയ്യാൻ പോണ്ട്. വീടിന്റെ ഉള്ളിൽ നിന്ന് അറിയൂല. അതാണ് അറിയാൻ. പിന്നെ എല്ലാവരും അവരവരുടെ കയ്യില് കോട്ട് എടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലെ വിടും. അതെ, ഇതുപോലെ വിടും. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പ്രോപ്പർ ലൊക്കേഷൻ പറയാൻ പറഞ്ഞാ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എവിടെ കേട്ടിട്ടുണ്ടോ? എന്താണ് വിചാരിക്കണത്? സൂം ചെയ്ത് നോക്കാം. രാമൻ കുളങ്ങര, ദേവൻ കുളങ്ങര. എന്ത് വന്നാലും രാമനായാലും ദേവനായാലും കണക്കല്ലേ. രാമനൊരു ദേവനാണ്, മനസ്സിലായില്ലേ? ആ, എന്തായാലും ഒരു കുളങ്ങരയിലാണ് ഞങ്ങൾ. മറ്റേ കുളങ്ങര ഓർമ്മയുണ്ടാ? മറ്റേത് മറ്റേ നമ്മുടെ ഈ ഓട്ടോ പോയിട്ട് നമുക്ക് സംസാരിക്കാം ഗൈസ്. എന്തായാലും മഴയത്ത് നിൽക്കുകയാണ്, ഞങ്ങൾ സംസാരിക്കും. കേൾക്കണം. അയ്യോ, അപ്പോ വൈദബായി നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എവിടെയാണ്? കാലൊന്നുമില്ല, കുളങ്ങര. പണ്ടൊക്കെ ഞങ്ങള് കുളങ്ങര കളിക്കുമായിരുന്നു. കുളം കര എല്ലാവരും കളിക്കുമായിരുന്നല്ലോ. കുളം കര, കുളം കര, കുളം കര. ഞങ്ങളിപ്പോ കുളത്തിൽ സംസാരിച്ചിട്ട് എന്റെ വായ അടപ്പിക്കുന്ന എന്തിനാണ്? വായ എന്താട്ടി നാട്ടിയായി വേണ്ട. മഴ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ? മഴ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോയാലാ? പക്ഷെ നനയും. പോയാലും ഞങ്ങള് നനയും. അത് ഞങ്ങൾ പോവില്ല. എറണാകുളം അത് മഴയായി പോയി. പണി കിട്ടും. മിന്നൽ ഒരു മിന്നൽ മുരളിയാണ് നമ്മൾ കണ്ടത്. അതിൽ കൂടെ എന്തെങ്കിലും ആ മരത്തിന്റെ ഭംഗി നോക്കി, ആ പ്രകൃതി ഭംഗി നോക്കി, ആ പ്രകൃതി രമണി. ആ മരത്തിന്റെ ഓരോരോ ഇലകളല്ല ബ്രാഞ്ചസുകൾ കിടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇനി മതി, നമുക്ക് മറ്റേ മരത്തിന്റെ മാറിയിട്ട് നമുക്കിന് അക്കൂനെ ആസ്വദിക്കാം. ഹായ് അക്കു. അയ്യോ, കാണാണ്ടായി. പണി പാറി. ഇപ്പൊ ശരിയായി. സൂം ഔട്ട്. ഇപ്പൊ വിളിച്ചു. ടെക്നോളജിയാ. നീ നോക്കൂ, മഴയത്ത് കൊട ചൂടാൻ പറ്റാണ്ട് നിക്കുന്ന നമ്മുടെ കോപ്പിയുടെ കുട്ടി. അതിന്റെ കഷ്ടപ്പാടടോ. അതിന് ചൂടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അത് മഴയെത്തിക്കണം. അത് ശരിയാണ്. ആഫ്റ്റർ എ ലോങ് അവർ ഓഫ് വെയിറ്റിംഗ്, മഴ ഇപ്പോഴും 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 5 മിനിറ്റോ തരാ, കൊറേ നേരം. ഭ്രാന്താൾക്ക് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് അതന്നെ കറക്റ്റ് നല്ല മഴ കാണുള്ള. അതുമ്മ കാണിച്ച മഴ കാണുള്ളൂ. നമുക്കില്ലേ ഇവിടെയുള്ള കടകളുടെ ഒക്കെ പേര് വായിക്കും. ഫസ്റ്റത്തെ കട ഫോൺ സ്റ്റോർ, രണ്ടാമത്തത് അവോക്കാഡോ, മൂന്നാമത്തത് ഫാൻസി സ്റ്റേഷനറി, നാലാമത്തത് അലങ്കാർ. അത് അലങ്കാരത്തിന്റെ എന്താ പറയുന്നത്? A1 നോറ. അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഗൈസ്, കാരണം കണ്ണടിച്ചു പോകുന്നു. ഫ്രഷ് ഗ്രീൻ മാട്ടുന്നുണ്ടോ? പിന്നെ ഒരു ചെറിയൊരു അമ്പരച്ചുമ്പി ഉണ്ട് ഇവിടെ. അത് എത്രയും വലുതല്ല, എന്നാലും ആവശ്യത്തിന് ചെറിയൊരു അമ്പരച്ചുമ്പി. അങ്ങനെ വലിയ അമ്പരച്ചുമ്പിനൊന്നും പറയാൻ പറ്റില്ല. ആവശ്യത്തിനുള്ളൊരു അമ്പരച്ചുമ്പി. അവിടെ മുകളില് ദീപിക പതുക്കം താടിക്കൊക്കെ കൈ വെച്ചിരിക്കും.
അപ്പൊ തന്നെ കൈ നിർത്തിട്ടേന്ന് ഇത് കണ്ട. നല്ല സെറ്റപ്പ് സംഭവം ഉണ്ടാ ഈ വേസ്റ്റ് ഡിസ്പോസൽ വേസ്റ്റ് മാനേജ്മെന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വേസ്റ്റ് മാനേജ്മെന്റ് ഇരിക്കുന്നതിന്റെ അടിയിലും വേസ്റ്റ് ചെറുപ്പുണ്ടല്ലോ. വാ ചോർന്ന് പോയേക്ക് മുട്ടിക്ക് എടുത്തപ്പോ എന്താ പറയുക സെറ്റപ്പാണ്. അതിൽ ആൾക്കാർ കൊണ്ട് ഇടുന്നുണ്ട് വേസ്റ്റ്. അതാണ് നമ്മള് എൻകറേജ് ചെയ്യണം. ബിൽഡിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പഴയ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് എത്ര വർഷം പഴക്കമുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് അങ്ങാട് നോക്കിക്കഴിഞ്ഞാല് മെട്രോ, നമുക്ക് മെട്രോ അല്ല മെട്രോന്റെ വഴി കാണാം. ഇവിടെ ഇങ്ങനെ വിജനമായി കിടക്കുകയാണ് കായ്. അപ്പുറത്തും ഇപ്പുറവും അത് വിജനമാണ്. അതിന്റെ സ്ഥലം ഫുള്ളാക്കൂ. എനിക്ക് മതിയായി. ഇനി അടുത്ത് കുറച്ചു നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ആയിട്ട് ഞാൻ വരാം. ഞങ്ങള് മഴയത്തുനിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ഒച്ച പറഞ്ഞാലേ കേക്കുള്ള മൈക്കില്ല. ഞങ്ങള് മഴയത്ത് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. മുകളില് മെട്രോന്റെ ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ അതിന്റെ സൈഡ് പിടിച്ചൊക്കെ പോകുന്നു. മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ലതാണ് മഴ പെയ്യുന്നത്. ഇവിടുത്തെ ഒടുക്കത്തെ പൊടിയിൽ നിന്ന് രക്ഷപ്പെടാം. നീക്കൊക്കെ ആംബുലൻസ്. എറണാകുളത്തുള്ള നമ്മുടെ ഒറ്റക്കാലുള്ള വണ്ടി. ഇതും കൊണ്ട് അവര് ഭൂമി തുളയ്ക്കും, കുത്തും, ഇടിക്കും. സൈഡിൽ കൂടെ ഒഴിച്ചു പോയില്ലെങ്കിൽ വായെ പൊളിച്ച് അത് നോക്കി പോയി കഴിഞ്ഞാൽ നമ്മള് ഇതുപോലെ സ്ഥലത്തേക്ക് ഇടും. പക്ഷെ ഇപ്പോഴത്തേക്ക് മഴ പെയ്യാത്തതുകൊണ്ട് പൊടി ഇട്ടില്ല. അത് ചീപ്പ്, അത് ശരിയായില്ല. ഒട്ടക്കത്തെ പൊടി ഇട്ടു. ഇതാണ് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ. അടിപൊളിയായിട്ടില്ലേ? സെറ്റപ്പായിരുന്നു കേട്ടാ. കത്തു. പിന്നെ നമ്മുടെ വരിയോരത്ത് നമ്മുടെ കേരളത്തിലെ സ്ഥിരം കണ്ടുവരുന്ന, സ്ഥിരം നമ്മുടെ റോഡുകളിൽ തെരുവുകളിൽ കണ്ടുവരുന്ന നമ്മുടെ സ്വന്തം ചേട്ടന്മാർ അല്ലേ? പുതിയ മഴ വന്നത്. അതെ, വീണ്ടും മഴ പെയ്ത്. മഴയത്ത് ഞങ്ങൾക്ക് സെറ്റാണ്. ഞങ്ങൾക്ക് അടിയിൽ കൂടെ പോവാം. കണ്ട, അപ്പുറത്ത് മഴ ഇപ്പുറത്ത് മഴയില്ല. നമ്മൾ ബൈക്കാർക്ക് വേണ്ടി സെറ്റാക്കി വെച്ചാക്കണേ. ഇങ്ങനെ കേറിക്കാൻ ചെയ്യാൻ വേണമെങ്കിൽ. എന്താ കേറിക്കാട്ടെ? കേറി നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇത് എന്ത് ചെയ്യണവരെ ഞങ്ങൾ ഇങ്ങനെ പോകും. എന്ത് ചെയ്യുമ്പോ ഞങ്ങൾ മോഞ്ചും. ഞങ്ങൾ മഴയത്ത് പോസ്റ്റ് ഇപ്പൊ വീണാനെ പണ്ടാറും. ഇതൊരു 1.5 പോസ്റ്റ്. വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അക്കു ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നേ. വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പാവങ്ങള് അവര് മഴയത്തും കാലത്തും പുറത്തിറങ്ങുമ്പോൾ സീൻ. നല്ല മഴ. ഇതേതാണ് ലിസി മടുപ്പിച്ച് അമ്പരച്ചുംബിയായ ചെറിയൊരു അമ്പരച്ചുംബി.